അങ്ങനെ ഒരു വിധത്തിൽ തെള്ളിൻ്റെ ഇടയിൽ നിന്ന് ഓടി ഞാൻ അകത്തെത്തിയപ്പോൾ ഒത്തിരി ആൾക്കാർ ഓൾറെഡി കയറിയില്ലേ. ഞാൻ നോക്കിയപ്പോൾ സീറ്റൊക്കെ ഫില്ലായി. ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഫസ്റ്റ് 2 കസേര ഉണ്ടല്ലോ അത് ഒഴിഞ്ഞു കിടക്കി. ആൾക്കാർ ബാക്കി സ്ഥലത്താണ് ഇരിക്കണം. ഈ പറഞ്ഞു വെച്ചേക്കണ മാതിരി അവിടെ ആരും കയറിയില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞിരിക്കുന്നത് വെച്ചാൽ കസേര ഒഴിഞ്ഞു കിടക്കില്ല. ആ ഒഴിഞ്ഞു കിടക്കി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ആൾക്കാരൊക്കെ എന്തിനും മണ്ടാ ഇത്രയും കഷ്ടപ്പെട്ട് ഓടി ഇവിടം വരെ എത്തിയിട്ട് ഫസ്റ്റ് കസേര അവിടെ ഒഴിച്ചിട്ടിട്ടാണ് ഇവരൊക്കെ കയറി ഇരിക്കണത്. എന്ത് ഉദ്ദേശം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ ഇതിൽ ലോട്ടറി അടിച്ച മാതിരി ഞാനിങ്ങനെ ഇരിക്കുന്നു. പൃഥ്വിരാജ് തൊട്ട് ഫ്രണ്ടിൽ വരുമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ ചാനൽക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിൽ നിരന്നിരിക്കണം. ഇട്ടിരുന്ന് ഒഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് ചാനലുകാർ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവർ നിൽക്കണോണ്ട് നമുക്കൊന്നും കാണാൻ ഒക്കില്ല. അങ്ങനെ പൃഥ്വിരാജ് ഇറങ്ങി വരുന്ന ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടെ ആണോ വരുന്നത്, അതിൻ്റെ സ്റ്റേജിൻ്റെ ബാക്ക് കൂടെ ആണോ വരുന്നതെന്ന് അറിയാൻ മേല. അങ്ങനെ കുറേ സസ്പെൻസിന് ശേഷം ഇവിടുന്ന് അവരമ്മ നടന്നത്. അപ്പോൾ അങ്ങോട്ട് പിന്നെ നോട്ടമില്ലാൻ പോയി. പക്ഷേ ഇവിടുന്നാണ് പൃഥ്വിരാജ് ഇറങ്ങി വന്നത്. ആ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ആ എൻട്രി വീഡിയോ പിടിച്ചു. ജീവിതത്തിൽ എൻ്റെ അടുത്തൊക്കെ കൂട്ടുകാർ കളിയാക്കാണ്, പൃഥ്വിരാജിനെ എന്തെങ്കിലും നേരി കണ്ടാലോ അടുത്ത് കണ്ടാന്ന് ഞാൻ ബോധം കിട്ടി വീഴും. കാരണം എനിക്ക് ഭയങ്കര പേടിയുമാണ്. ഈ ഇഷ്ടത്തിൻ്റെ അത്രയും തന്നെ എനിക്ക് പുള്ളിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഈ നല്ല ബാസുള്ള സൗണ്ടല്ലേ, എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ ആ അത്രയും പിള്ളേരൊക്കെ പറഞ്ഞിരുന്ന ആളിനെ ഇപ്പോൾ തൊട്ടടുത്ത് കണ്ടു. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ പിടിക്കാൻ തുടങ്ങി, തിരിഞ്ഞ് സെൽഫി എടുക്കാൻ തുടങ്ങി. അത്യാവശ്യം വേണ്ട നമുക്ക് ഇടാൻ വേണ്ടിയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ പിടിക്കണം. അതിനുശേഷം പുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഞാനൊക്കെ ആദ്യം നിന്ന സ്ഥലത്തിൻ്റെ ആ ഭാഗത്തോട് ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ അവിടേക്ക് ഉള്ളവർ ഇങ്ങനെ കൈ കൊടുക്കാനൊക്കെ നോക്കണു, സംസാരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ തൊട്ടടുത്ത് കാണാമായിരുന്നു. അപ്പോൾ കണ്ടല്ലോ നമ്മൾ, പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് പൃഥ്വിരാജിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഉദ്ഘാടനം കഴിയുന്നു. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയി. പക്ഷേ ഉദ്ഘാടനം കാണാൻ പറ്റിയില്ല. ഞാൻ തെള്ളിൻ്റെ ഇടയ്ക്ക് ആയിപ്പോയി. ഇവിടുന്ന് അങ്ങോട്ട് നടന്നപ്പോഴേക്കും അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം അവിടെ ഫില്ലായിട്ടുണ്ടായിരുന്നു. മേളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇത് വന്ന് വീണ സമയത്ത് മനസ്സിലായി ഉദ്ഘാടനം കഴിഞ്ഞു. കഴിഞ്ഞ് പൃഥ്വിരാജ് അകത്തേക്ക് പോയി. പിന്നെ പൃഥ്വിരാജ് ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടി അവിടെ നിന്നു. അത്യാഗ്രഹം എന്ന നിലയിൽ ഇത്രയും കണ്ടിട്ട് ഞാൻ വീണ്ടും അവിടെ കയറിയ തെള്ളിൻ്റെ ഇടയിൽ കുറേ നേരം നിന്ന് പൃഥ്വിരാജ് ബാക്ക് സ്റ്റേജിൽ കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ബാക്ക് കൂടെ പോയിട്ട് പൃഥ്വിരാജിൻ്റെ വണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാരെല്ലാം അങ്ങോട്ട് ഇങ്ങനെ ഓടി പോകണുണ്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും കൂടെ പതുക്കെ ഇങ്ങനെ നടന്നു പോയി. ഞാൻ ഇങ്ങനെ നടന്ന് ആ സ്ഥാപനത്തിൻ്റെ ഗേറ്റ് ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് എൻ്റെ പുറക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്ന ഒരു പയ്യൻ. അവരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പൃഥ്വിരാജിനെ. ആരോ ഇങ്ങനെ തട്ടി വീണിട്ട് അവൻ്റെ ഫോൺ ഇങ്ങനെ തെറിച്ച് വീണ് കഷ്ണേ ആയിപ്പോയി. പയ്യനും വീണു നെഞ്ചിടിച്ച്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്നു. ഈ പയ്യൻ പതുക്കെ എഴുന്നേറ്റ് ഫോൺ തട്ടി കുടഞ്ഞു. വീണ്ടും അത് വെച്ചിട്ട് ഓടാൻ ശ്രമിക്കുകയാണ് ഈ ആൾക്കാരോട്. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് അവിടെ നിന്നിട്ട് ചിന്തിച്ചു, ഞാനിവരെ കണ്ടല്ലോ ഓൾറെഡി, പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ എന്തിനാണ് അത്യാഗ്രഹം കാണിച്ച് പോണത്? ഈ കാണാത്ത ആൾക്കാരല്ലേ ഈ പോണത്. ഇവരൊക്കെ ഓടിച്ചെന്നെങ്കിൽ ഈ പയ്യൻ ഉൾപ്പെടെയുള്ള കാണാൻ പറ്റിയില്ല. വണ്ടി വിട്ടുപോയി. അപ്പോൾ കുറേ പേര് പിന്നെ ഹെലികോപ്റ്ററിൽ കയറുന്ന കാണാൻ വേണ്ടി മൈതാനത്തേക്ക് പോയി. ആ സമയത്തൊക്കെ പൃഥ്വിരാജിൻ്റെ അമ്മ ഇടവഴി നിൽപ്പുണ്ടായിരുന്നു. ഞാനിത് കാണില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മാതാശ്രീ ഞാൻ ഈ തെള്ളിൻ്റെ ഇടയ്ക്ക് 2 വഴിക്കായി പോയി. അപ്പോൾ ഇവരവിടെ നിൽക്കുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ അമ്മ അവിടെ നിൽക്കണു. തൊട്ടടുത്ത് ആരും സംസാരിക്കണ മിണ്ടുന്നൊന്നുമില്ല. എല്ലാവരും പൃഥ്വിരാജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവർക്ക് ഞാൻ ഇല്ലാതെ എന്ത് സംസാരിക്കണമെന്ന് പറയാതുകൊണ്ട് ഇവർ സംസാരിക്കാനൊന്നും പോയില്ല. അവിടെ പുറന്നിറങ്ങി ഇങ്ങനെ നോക്കി നിന്നിട്ട് തിരിച്ചു പോയി. കുറേ കഴിഞ്ഞ് ഞാനിങ്ങനെ ഷോപ്പിലവിടെ നിന്നപ്പോഴാണ് ഇവരെ കാണുന്നത്. ഇവരെ കാണാതില്ലെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ഷോപ്പ് തുറന്നു. അകത്ത് കയറി എല്ലാം കണ്ടു, സാധനമൊക്കെ വാങ്ങിച്ചു, ഇഷ്ടപ്പെട്ടു, എല്ലാം കണ്ടിട്ട് പോയിരുന്നു. അപ്പോൾ അതാണ് പൃഥ്വിരാജിനെ കാണാൻ പോയി ആദ്യമായിട്ടൊരു ഉദ്ഘാടനം. ഒരു സെലിബ്രിറ്റിൻ്റെ ഉദ്ഘാടനം കാണാൻ ആദ്യമായിട്ട് പോയി. അത് ഏറ്റവും ഫസ്റ്റ് തന്നെ ഇരുന്നിട്ട് അത് കാണാൻ പറ്റി. അത് തന്നെ ഏറ്റവും രസകരമായൊരു കാര്യം. നിങ്ങൾ പൃഥ്വിരാജിനെ കാണുമ്പോൾ പറയണം എന്ന് ആഗ്രഹിച്ച് വെച്ചിരിക്കുന്ന കഥ. ഇനി കാണുമെന്നൊന്നും എനിക്കറിയില്ല. 2-3 അവസരം കാണാൻ ഉണ്ടായിട്ട് ഞാൻ അറിയാണ്ട് പോയിട്ടുണ്ടായിരുന്നു 1-2 വേറെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം എനിക്കൊരാഗ്രഹമാണ്, എന്തെങ്കിലും ഒരിക്കൽ എനിക്ക് ഒരു ഷോപ്പ് എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിറങ്ങണം. ഒരുപാട് ആൾക്കൂട്ടത്തിനിടയിൽ കൂടി ഇങ്ങനെ നടന്നു പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യണം. എന്തെങ്കിലും ഒരിക്കൽ അതിനോളം ഒന്ന് വളരണം, അത്രയും കാര്യങ്ങൾ ചെയ്യത്തക്ക രൂപത്തിൽ. അതൊരു ഭയങ്കര ആഗ്രഹം തന്നെയാണ് ജീവിതത്തിൽ. കാരണം അതെന്ന് പറയണത് നമുക്ക് എല്ലാ ജീവിതത്തിലും എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളല്ല. അത്രയേറെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരിങ്ങനെ കൂടി നമ്മളൊക്കെ വേണ്ടി മണിക്കൂറിലോളം കാത്തു നിൽക്കുന്നു. ഇടയിലേക്കൊന്നും ഇറങ്ങി വരെ ഇവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു ഫോൺ വാങ്ങിച്ചിട്ട് എല്ലാവരെയും കൂടെ നിർത്തി സെൽഫി എന്തോ എടുത്ത് കൊടുക്കുന്നതെങ്കിൽ കണ്ടു ഉൾക്കാണ്ട സമയത്ത് അവിടെ ആ മേത്ത് നിന്നിട്ട് ഈ പറയുന്നത് കേൾക്കാനും മൈക്ക് കൂടെ. അല്ലാണ്ട് ഞാൻ ഒന്നും പോലെ ഞാൻ കുറച്ച് ദൂരെയാണെങ്കിൽ തന്നെ സെൽഫി എടുക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നായിരുന്നു. അപ്പം നമുക്കറിയാമല്ലോ, അത് കാണുമ്പോൾ അറിയാൻ പറ്റും പൃഥ്വിരാജാണെന്നുള്ളത്. അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചാനലിലേക്ക് ഇത്തിരി വീഡിയോ കിട്ടി, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ചാനലുകാരൊക്കെ പോയി വീഡിയോ പിടിക്കുമ്പോൾ പോലുള്ള ഒരു സംവിധാനം എന്താണെന്നൊന്ന് മനസ്സിലായി അവിടെ പോയി നിന്നപ്പോൾ. നല്ല റഷായിട്ട് ഗാനമേളയുടെയൊക്കെ ഇടയിലും തിരക്കിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് വീഡിയോ പിടിക്കുക എന്ന് പറയുന്നത്, തിരക്കിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറുക എന്ന് പറയുന്നത്, ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്ന് രസകരമായി മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതായിരുന്നു പൃഥ്വിരാജിനെ കണ്ട കാഴ്ച. ഫസ്റ്റ് ഈ എൻട്രിയിലൂടെ കയറുമ്പോൾ ഉണ്ടായ പുഷിങ്ങിൻ്റെ കാര്യം ഇപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കും.
പിന്നെ അവിടെ നിന്ന് വലിക്കുന്നു, ഇവിടെ നിന്ന് വലിക്കുന്നു, അവിടെ നിന്ന് വലിക്കുന്നു. അപ്പം ഞാൻ ഫ്രണ്ട് ഇങ്ങനെ ജിമ്മൻ ചേട്ടൻ ചേട്ടാ എന്നെ ഒന്ന് വലിക്കും ചേട്ടാ. അപ്പോൾ ഈ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഈ പെൺകൊച്ചിനെ എന്നെ പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, പുള്ളിക്ക് ഇച്ചിരി ആരോഗ്യം ഉണ്ടല്ലോ, ഈ തെള്ളിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് വലിച്ചെടുത്ത് ഫ്രണ്ടിലോട്ട് വിടാനാണ് ഉദ്ദേശിച്ചത്. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും, ഒരു പെണ്ണ് എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് എന്നെ ഒന്ന് പിടിക്കുക ചേട്ടാ, പിടിച്ചൊന്ന് വലിച്ചെടുക്കുമോ എന്നുള്ളത്. എങ്ങനെയോ ആ പുഷിങ്ങിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതാണ് പൃഥ്വിരാജിനെ കണ്ട അനുഭവം എന്നുള്ളത്. പൃഥ്വിരാജിനെ കാണാൻ പോയി, അമ്മയും കണ്ടു, ഉദ്ഘാടനം കണ്ടു, ഗാനമേള കണ്ടു, വീഡിയോ പിടിച്ചു, സാധനം വാങ്ങിച്ചു, തിരികെ പോന്നു. എല്ലാ കാര്യങ്ങളും സാധിച്ച്, ആദ്യമായിട്ട് പോയ സ്ഥലത്തു നിന്നെല്ലാം സാധിച്ചിട്ട് പോന്നു. കറക്റ്റ് സമയത്ത് ഞാൻ ആ റോഡിൽ നിന്ന് എണീറ്റ് ഇങ്ങോട്ട് വന്ന് നിന്നപ്പോൾ കയറാൻ പറഞ്ഞപ്പോൾ കയറാൻ പറ്റി. കറക്റ്റ് സമയത്ത് സ്ത്രീകളെ അങ്ങോട്ട് കയറാൻ പറ്റി. കറക്റ്റ് സമയത്ത് ഫസ്റ്റ് 2 കസേര അവിടെ കിടന്ന് കറക്റ്റ് സമയത്ത് ഇവിടെ വന്നിട്ട് ഷോപ്പിലും കയറാൻ പറ്റി, സാധനങ്ങൾ വാങ്ങാൻ പറ്റി, എല്ലാ ഫ്ലോറും കയറി കാണാൻ പറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ്. എന്ത് കണ്ടാലും വാങ്ങിക്കാനേ തോന്നത്തുള്ളൂ. അമ്മാതിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി ഐറ്റം ആയാലും ഫ്രൂട്ട്സ് ഐറ്റം ആയാലും എല്ലാം ഭയങ്കര സൂപ്പറാണ്, ഒരേ പൊളിയാണ്. എപ്പോഴും നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ. കയറുന്ന സമയത്ത് ഞാൻ മാക്സിമം ഇങ്ങനെ നടന്ന് കാണാറൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങൾ കണ്ട് കൊതി തീർക്കും, നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ നോക്കി കൊതി തീർക്കും, കുറേ കാര്യങ്ങൾ ഫോട്ടോ എടുത്ത് കൊതി തീർക്കും. നമുക്ക് വാങ്ങാൻ പറ്റുന്ന വാങ്ങിച്ചുകൊണ്ട് പോരും, അത്രയേ ഉള്ളൂ.